അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മധുബാല അടുക്കളയിൽ ഇങ്ങനെ പാചകം ചെയ്യായിരിക്കും കേട്ടോ. അത് കാണുമ്പോൾ ആ ടീച്ചർ പോയി ചോദിക്കേണ്ടത് എന്തിനാണ് നീ അടുക്കളയിൽ കയറിയത്, ഞാൻ ചെയ്യുമല്ലോ എന്ന് പറയും. സാരമില്ല അമ്മ, ഞാൻ ചെയ്യാം എന്ന് പറയണം. എന്താ എന്നൊക്കെ വേണ്ടതെന്ന് ഇങ്ങനെ ചോദിക്കണം. ചീര വെച്ചിട്ടുണ്ട്, അമ്മയ്ക്ക് അത് വിരോധം ഉണ്ടോ എന്ന് ചോദിക്കണേ. എനിക്കെന്ത് വിരോധം എന്നിങ്ങനെ പറയണം കേട്ടോ. ഞാൻ കുറേ പാചകങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് അമ്മേ, അതൊക്കെ ഇവിടെ ചെയ്യണം എന്നിങ്ങനെ പറയണം കേട്ടോ. നീ ഇങ്ങോട്ട് വീട്ടിലേക്ക് വന്നത് വീട്ടുകാരറിഞ്ഞോ ചോദിക്കില്ല. അവർക്ക് ജയ വന്നിട്ട് അവിടെ വന്നിട്ട് വിളിക്കണം എന്നായിരുന്നു ആഗ്രഹം. അതെന്തായാലും ഉണ്ടാവില്ല എന്നുള്ളത് എനിക്കറിയാം. അത് കാരണം ഞാൻ അവരുടെ സമ്മതത്തോട് കൂടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്ന് പറയണം കേട്ടോ. ഇവിടെ വൈകുന്നേരത്തെ അത്താഴത്തിന് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ ചോറൊന്നും കഴിക്കണില്ല, ഗോതമ്പ് കഞ്ഞിയോ ചപ്പാത്തിയോ എന്തെങ്കിലുമാണ് കഴിക്കേണ്ടത് എന്ന് പറയണം. ഞാൻ പുതിയ പാചകങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്, അതൊക്കെ ഇവിടെ ഞാൻ ചെയ്യാം എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം ടീച്ചറും കൂടെ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് എന്തായാലും നമുക്ക് പ്ലേറ്റ് വേണ്ട അമ്മേ, ഇലയിൽ ഭക്ഷണം കഴിക്കുക എന്ന് പറയുകയാണ്. അതിന് ശേഷം ഇല കൊണ്ടുവന്ന് വെക്കുകയാണ് കേട്ടോ. പിന്നീട് മധുബാല ഓരോന്നായിട്ട് ഭക്ഷണങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് ഡൈനിങ് ടേബിളിൽ നിരത്തുകയാണ് കേട്ടോ. അമ്മ എന്തായാലും പോയിട്ട് ജയനെ വിളിച്ചിട്ട് പോയ, ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ വരില്ല എന്ന് പറയുകയാണ്. പിന്നീട് ടീച്ചർ പോയിട്ട് ജെയ്ക്കെ പോയി വിളിക്കുകയാണ് കേട്ടോ. ജെയ്ക്കെ വരുമ്പോൾ തന്നെ ഇല വിളമ്പി വെച്ചിട്ടുണ്ടാകും. ഇത് എന്താ അമ്മ എന്ന് ഇല ചോദിക്കും. അത് മധുബാല കുറച്ച് ഇല കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് എന്നിങ്ങനെ പറയും. എനിക്ക് എന്തായാലും ഇല വേണ്ട, പ്ലേറ്റ് മതി എന്ന് പറയും. നീ മിണ്ടാതെ അവിടെ അടങ്ങിയിരിക്കുക ചെയ്യുക എന്ന് ടീച്ചർ പറയാൻ കേട്ടോ. പിന്നീട് ജയിലിരിക്കും. ഭക്ഷണങ്ങളൊക്കെ വിളമ്പുമ്പോൾ ജെയ്ക്കെ ചോദിക്കേണ്ടത് എന്തിനാ അത്ര അധികം കറികളെന്ന് ചോദിക്കും. അതെല്ലാം മധുബാലയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറയും. ഞാൻ കൂടെ നിന്നേ ഉള്ളൂ എന്ന് പറയും. എന്നാൽ എനിക്ക് ഭക്ഷണം ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ജയൻ എണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചീത്ത പറയുന്നു ടീച്ചർ, നീ അവിടെ ഇരിക്കുക, ഭക്ഷണത്തിൻ്റെ മുമ്പിൽ എങ്ങനെ അമ്മയെ ഉള്ളത് ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ പറ്റും, ഇവളതിൽ വല്ല വിഷമോ എന്തെങ്കിലും ചേർത്തിട്ടുണ്ടോ എന്നുള്ളത് അറിയോ, ആർക്കറിയാം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അത് കേട്ടപ്പോൾ മധുബാലയ്ക്ക് ഭയങ്കര സങ്കടം വരികയാണ് കേട്ടോ. മധുബാല എല്ലാ കറികളും കൂട്ടി കുറച്ച് ചോറും എടുത്ത് കഴിക്കുകയാണ്. ഇപ്പം അറിഞ്ഞല്ലോ, ഞാൻ എന്തായാലും ഭക്ഷണത്തിൽ വിഷം ചേർത്താൽ മാത്രം അത്രയ്ക്കും കോര മനസ്സല്ല എൻ്റെ എന്ന് പറഞ്ഞിട്ട് മധുബാല പോവുകയാണ് കേട്ടോ. പിന്നീട് ടീച്ചർ അർച്ചനയെ വിളിക്കുകയാണ് കേട്ടോ. മോനെ അച്ഛനെന്തായാലും കേസിൽ ഇതായി വന്നു എന്നുള്ളത് അറിഞ്ഞു മോളെ എന്ന് പറയണം. പിന്നെ മധുബാല ഇവിടെ വന്നിരുന്നതും അടുക്കളയിൽ പണികളൊക്കെ ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും ടീച്ചർ ഇങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ അർച്ചന ചോദിക്കേണ്ടത് ജയിക്കയുടെ ഭാവം എങ്ങനെയാണെന്ന് ചോദിക്കും. അവനെ ഇനിയും പൊരുത്തപ്പെട്ടിട്ടില്ല മോളെ, അവൾ ഭയങ്കര സ്വഭാവമൊക്കെ മാറി, അടുക്കളയിൽ പെരുമാറാനും അതുപോലെ സംസാരിക്കാനും എല്ലാത്തിനും തുടങ്ങി മോളെ എന്നിങ്ങനെ പറയണം. അച്ഛനോട് എൻ്റെ അന്വേഷണം പറയണം കേട്ടോ എന്നിങ്ങനെ ടീച്ചർ. രാവിലെ ടീച്ചർ ഇങ്ങനെ പുറത്തിങ്ങനെ നിൽക്കുമ്പോൾ തന്നെ മധുബാല കാപ്പി ഇട്ടിട്ട് വരികയാണ് കേട്ടോ. എന്താ അമ്മേ കാപ്പി എന്ന് പറയുകയാണ്. ടീച്ചർ കാപ്പിയൊക്കെ വാങ്ങി കുടിക്കുകയാണ്. അതേസമയം മധുബാല മുള്ളും മൊനയും വെച്ചിട്ട് പറയുകയാണ് കേട്ടോ. പിന്നെ അത് അറിഞ്ഞിട്ട് ടീച്ചർ പറയുകയാണ്, ഇന്നലെ ഞാൻ അർച്ചനയെ വിളിച്ച് പറഞ്ഞിരുന്നു, അവൾ നല്ലൊരു ഫ്രണ്ടാണ് ജെയ്ക്കയുടെ എന്നിങ്ങനെ പറയുകയാണ്. നീ എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി നീ ഇവിടെ വന്നിരുന്നതിന് എന്ന് പറയുകയാണ്. ജെയ്ക്കയും അതുപോലെ തന്നെ കരുതിയാൽ മതി, എൻ്റെയും നല്ല നല്ല ഫ്രണ്ട്സുകളുണ്ട് എന്ന് ഒരു മുള്ളും മെനയും വെച്ചിട്ട് മധുബാല ടീച്ചറോട് പറയുക കേട്ടോ. ചന്ദ്ര രാവിലെ തന്നെ വിജയശങ്കറിന് ചായയായിട്ട് വരികയാണ് കേട്ടോ. ചായയിൽ മധുരം കൂടി എന്ന് പറഞ്ഞ് വിജയശങ്കർ ഇങ്ങനെ പറയുമ്പോൾ, ജീവിതത്തിൽ മധുരം കൂടിയിട്ടില്ലല്ലോ, ചായയിലെങ്കിലും മധുരം കൂടട്ടെ എന്ന് ശങ്കറോട് ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അതിനുശേഷം ചിന്നുവിൻ്റെ കോളേജ് കാര്യം പറയുകയാണ്. ആ കോളേജിൽ നിന്നും വേറെ കോളേജിലേക്ക് ചേർത്തണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പൈസയാവും, അതുകൊണ്ട് വേണ്ട, അവൾ അവിടെ തന്നെ പഠിച്ചോട്ടെ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. പിന്നീട് അപ്പോൾ വിജയശങ്കർ വിചാരിക്കണം, ഞാനാണല്ലോ ആ കാര്യം തീരുമാനിച്ചത് എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കണം. എന്നാലും പൈസ ചിലവാക്കി പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് ചന്ദ്ര പറയണം. പിന്നെ നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്, മധുബാല ജയിക്കയുടെ കൂടെ വന്ന് താമസിക്കാൻ തുടങ്ങി എന്ന് പറയുമ്പോൾ വിജയശങ്കർ പറയും, എനിക്ക് അങ്ങനെയുള്ള ആരുടെ കൂടെ പോയാലും ഒന്നും വിഷയമില്ല, പക്ഷേ അവൾ സന്തോഷിക്കരുത്, അത് മാത്രമാണ് എൻ്റെ വിഷയം എന്നിങ്ങനെ പറയണം. അത് കേൾക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ഓഹോ ഇപ്പോഴും അവളുടെ മനസ്സിൽ ചെറുതായിട്ടൊരു ഇഷ്ടമുണ്ട് അല്ലേ എന്നിങ്ങനെ വിജയശങ്കറിനെ ആക്കി സംസാരിക്കുകയാണ് ചന്ദ്ര. അവനെപ്പോഴാകെ മൊത്തം സംശയമാണ് മോളെ എന്ന് പറയണം കേട്ടോ. ഇതെല്ലാം ഫോൺ ചെയ്യുന്നത് ശരി എന്ന് പറഞ്ഞതിന് ശേഷം ടീച്ചർ ഇറങ്ങാൻ നേരത്ത് തന്നെ മധുബാല അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. ടെറസിൻ്റെ വാതിൽ അടച്ചിട്ടില്ല അമ്മയെ മറന്നുപോയോ എന്ന് ചോദിക്കുകയാണ്. അതിനുശേഷം അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ. പിന്നീട് നമ്മുടെ അച്ചുവിൻ്റെ യൂണിഫോം തയ്ക്കുകയാണ് കേട്ടോ. യൂണിഫോം തയ്ക്കുന്ന സമയത്താണ് അച്ചു വരിക കേട്ടോ. അച്ചു വരുമ്പോൾ ചോദിക്കും, എന്തിനാ ചേച്ചി യൂണിഫോം തയ്ക്കുന്നത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഏതായാലും എനിക്ക് സസ്പെൻഷനല്ലേ, അതൊക്കെ കഴിയട്ടെ, അതിന് ശേഷം മതി എന്ന് പറയുമ്പോൾ അർച്ചന പറയാടാ, സസ്പെൻഷനൊക്കെ മാറി ശമ്പളത്തോട് കൂടിയിട്ട് നിനക്ക് എല്ലാ കാര്യവും നിൻ്റെ ശരിയായി പറയും. അച്ചുവിന് ഭയങ്കര സന്തോഷമാകും കേട്ടോ. നീ വേഗം യൂണിഫോം ഇട്, നമുക്ക് വേഗം അമ്പലത്തിലേക്ക് പോകാമെന്ന് പറയണം. അതേസമയം അച്ചു നേരെ റൂമിലേക്ക് പോകണം. റൂമിലേക്ക് പോയതും
അവിടെ നെയിൽ പോളിഷ് കൊണ്ട് രുക്കു ഇരിക്കണം കേട്ടോ. രുക്കുനെ അങ്ങനെ എടുത്ത് വട്ടം കറക്കണം കേട്ടോ. എന്താ അച്ചു എന്ന് ചോദിക്കുമ്പോൾ അച്ചു സന്തോഷം കൊണ്ട് സഹിക്കാതെയാണ് കേട്ടോ. പിന്നെയും രുക്കുനെ എടുത്ത് വട്ടം കറക്കുകയാണ് കേട്ടോ. എൻ്റെ സസ്പെൻഷൻ ശമ്പളത്തോട് കൂടിയിട്ട് നീങ്ങി, എനിക്കിന്ന് പോകാൻ എന്ന് പറയണം. അതേസമയം അർച്ചന ഉണ്ടെന്നുള്ള കാര്യമൊന്നും അറിയണില്ല കേട്ടോ. അതേസമയം അർച്ചന ദീപ്തിയോട് വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം പറയണം കേട്ടോ. പിന്നീട് പറയണം, നിനക്കൊരു സന്തോഷം ഉണ്ടായി കഴിഞ്ഞാൽ എനിക്കും കൂടി നല്ലതാണ് എന്നിങ്ങനെ പറയണില്ല ദീപ്തി. എനിക്കൊരു സന്തോഷം ഉണ്ടാകുമ്പോൾ അതിൻ്റെ കൂടെ ഒരു സങ്കടം ഉണ്ടാകും. അങ്ങനെയാണ് എൻ്റെ കാര്യം. കാരണം ചിന്നുവിന് A+ കിട്ടിയ സമയത്താണ് അവളുടെ അച്ഛൻ അവളുടെ അവകാശവാദം ഉന്നയിച്ച് വന്നത്. അങ്ങനെ കേസും പരവട്ടവും ഒക്കെ ആയിട്ട് അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ചിട്ട് ഭയങ്കര പേടിയാണ് എന്നിങ്ങനെ അർച്ചന ദീപ്തിയോട് പറയുകയാണ് കേട്ടോ.